ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അങ്ങനെ ഒരു നീണ്ട കാലാവധിക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കാണ്. ഐ നോ ഗൈസ്, ഞാൻ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് എനിക്കറിയാം, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പറ്റാറില്ല. ആൻഡ് ഇപ്പോൾ ഒരു ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത് ആൻഡ് നമ്മുടെ ഫെസ്റ്റീവ് സീസണൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കുറച്ച് അടിപൊളി കണ്ടൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം കേട്ടോ. സോ ഇപ്പം ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ട് പോലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ആൻഡ് ഓൾസോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ കുറേ നാളായല്ലോ നമ്മളിപ്പോൾ ചാനലിൽ എന്തിനു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കുലുങ്കുശിതമായി ആലോചിക്കുകയായിരുന്നു എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആയി തുടങ്ങിയാലോ എന്ന് ആലോചിച്ചപ്പോൾ ഐ തോട്ട് ഓഫ് ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് പോലെ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ആൻഡ് അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. സോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ്, കുറച്ച് വിഷയങ്ങളിലുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഐ ടോക്ക് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മളുടെ ഐ ടോക്കിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ എവ്രിബഡി വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഐ ടോക്ക്. നമ്മൾ ഫ്രഷ് ആയിട്ടൊരു കാര്യം തുടങ്ങുമ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് എല്ലാവരുടെ ലൈഫിലും അവർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. സോ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചു ഐ ടോക്ക് അബൌട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ത്രൂ ഔട്ട് ലൈഫ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഇതുവരെയുള്ള എൻ്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈസ് അബൌട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ ലെറ്റ്സ് ബിഗിൻ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പം എനിക്ക് പ്ലേ സ്കൂളിൽ ഒരു ഓർമ്മയില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, വെറുതെ അല്ല കേട്ടോ, ഞാൻ പ്ലേ സ്കൂളിൽ പോയിട്ടില്ല. മേ ബി ഇത് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നാം, പക്ഷെ ഞാനൊരു ഭയങ്കര ഒരു കൊച്ചായിരുന്നു. എനിക്ക് ബാക്കി പിള്ളേരെ കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്ലേ സ്കൂളിൽ പോയിട്ടില്ല. സോ ഞാൻ നാട്ടിൽ പഠിച്ചത് KG തൊട്ടിട്ട് 3rd ക്ലാസ് വരെ ഞാൻ ഇവിടെ ലെമ്മർ പബ്ലിക് സ്കൂളുണ്ട്, അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. സോ അവിടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നടക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട്സുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത് മാത്രമാണ് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് ഞാൻ ഒരിക്കലും മറക്കാത്ത എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ അതല്ലാതെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള വേറെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇവളെന്താ എന്നെപ്പറ്റി പറയാനെന്ന് വിചാരിക്കരുത് കേട്ടോ. യു ഓൾ ആർ മൈ ഫ്രണ്ട്സ്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സ്പെഷ്യൽ പ്ലേസ് ഉള്ള കുറച്ച് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സോ ഞാനൊരു LKG തൊട്ടിട്ട് ഒരു 3rd ക്ലാസ് വരെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് അൽഫിയ എന്നാണ് കേട്ടോ. സോ നമുക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, പ്രിൻസസ് ഡയറീസോ അങ്ങനെ എന്തൊക്കെയോ ഗ്രൂപ്പൊക്കെ ആ ടൈമിലുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സോ അൽഫിയനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഷി വാസ് എ വെരി കൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. നല്ല വെളുത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ അൽഫിയനെ. ആൻഡ് ഓൾസോ അൽഫിയനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ക്യൂട്ട് ആൻഡ് കൈൻഡ് ആയിട്ട് ആരെന്ത് ചോദിച്ചാലും സഹായം ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, ആ ഒരു ഇമേജാണ് എനിക്ക് ഇപ്പോഴും അൽഫിയൻ്റെ. ഞാൻ ആ ഒരു ഇമേജ് എന്ന് പറയാൻ കാരണം ഞാൻ 3rd ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അൽഫിയനെ കണ്ടിട്ടേ ഇല്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അൽഫിയനെ. സോ അതാണ് എൻ്റെ സ്കൂൾ ലൈഫിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, അൽഫിയ. സോ നമുക്ക് അൽഫിയനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അധികം ഓർമ്മകളില്ല, കാരണം നമ്മൾ ചെറുപ്പത്തിലായതുകൊണ്ട് എനിക്ക് അത്രയും രജിസ്റ്റേർഡ് അല്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്മസിനും ന്യൂ ഇയറിനും അവൾ മറക്കാതെ എന്തെങ്കിലും കാർഡൊക്കെ തരുമായിരുന്നു. ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡൊക്കെ തരും. അത് ഞാനും എല്ലാ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുള്ള കാര്യമാണ്. പക്ഷെ നമുക്കന്ന് അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കാണത്തില്ലല്ലോ. സോ ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ട് എഴുതിച്ചിട്ടാണ് കൊടുക്കാറ്. പക്ഷെ അൽഫിയ എപ്പോഴും സ്പെഷ്യലായിട്ട് അവളുടെ കൈ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവൾ തന്നെ എഴുതിയിട്ടാണ് തരാറ്. അതെനിക്ക് എപ്പോഴും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അൽഫിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ സ്കൂൾ. ആൻഡ് ഞാൻ 3rd കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ദുബായിലോട്ട് പോയി, ഷാർജയിലോട്ട് പോയി. അതിനുശേഷം ഞാൻ അവിടെ ദുബായിൽ എത്തിയിട്ടാണ് തീരുമാനിച്ചത് നമ്മൾ അവിടെ സ്ഥിരമാക്കുകയാണ്, അവിടെ പഠിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഇവിടെ 3rd സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് അവളോട് പറയാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇനി സ്കൂളിലോട്ട് വരില്ല, ഇനി നമ്മൾ കാണില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലക്കിലി എൻ്റെ അമ്മേൻ്റെ അടുത്ത് അവളുടെ നമ്പർ ഉണ്ടായിരുന്നു. സോ അവിടെ എത്തിയിട്ട് ഞാൻ അൽഫിയനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കരഞ്ഞിട്ടൊക്കെ ഞാൻ ഇനി വരില്ല, മിസ് ചെയ്യും എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അൽഫിയനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ 9th വരെ ഞാൻ ഷാർജയിൽ പഠിച്ചത്. 10th ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ കുറച്ച്
ആ സ്കൂളിൽ ലെമ്മറിൽ തന്നെ പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സ് വഴി ഞാൻ അൽഫയുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് അൽഫി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ അവരോട് പറഞ്ഞിട്ട് അൽഫി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് സൗണ്ടൊന്നും നമ്മൾ അന്നത്തെ സൗണ്ടൊന്നും അല്ലല്ലോ, എല്ലാവരും വലുതാകുമ്പോൾ ഒബ്വിയസ്ലി സൗണ്ട് മാറും. അപ്പോൾ വിളിച്ചു ആൻഡ് ഷീ സ്റ്റിൽ റിമെമ്പർ മീ എന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് അവർക്ക് വീണ്ടും ആ സ്കൂളിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിച്ചിരിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഷീ സ്റ്റിൽ റിമെമ്പർ മീ. അപ്പം നമ്മൾ കുറച്ച് സംസാരിച്ചു. ഐ വാസ് വെരി ഹാപ്പി. പിന്നെ അതിനുശേഷം പിന്നെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഐ ഹാവ് ഭയങ്കര ക്യൂട്ട് മെമ്മറീസ് ഉണ്ട് അൽഫിയനെ പറ്റിയിട്ട്. ആൻഡ് ഷീ ഈസ് എ വെരി കൈൻഡ് ആൻഡ് സ്വീറ്റ് പേഴ്സൺ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 4ാം ക്ലാസ്സിലാണ് ഞാൻ ഷാർജയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ 4th തൊട്ട് 9th വരെ ഞാൻ ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ എൻ്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ട് പറയാം. സോ അവിടെ കുറച്ചെന്ന് പറയാൻ കാരണം എനിക്ക് 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അസിയ, അംറ ആൻഡ് സോന. സോ ഇവർ 3 പേരായിരുന്നു ടിൽ ഐ കെയിം ഹിയർ. ഞാൻ 9th കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വരെ ദേ വർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതിൽ അസിയാണ് 4th സ്റ്റാൻഡേർഡ് തൊട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും 5th 6th അങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അവർ 3 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വർ ലൈക്ക് ലൈഫ് ടു മീ. ഞാൻ എന്താ പറയുക, ആ ടൈമിലൊക്കെയാണ് നമുക്ക് കുറച്ച് സീക്രറ്റ്സ് ഒക്കെ വന്നു തുടങ്ങുന്ന സമയമല്ലോ, 4ാം ക്ലാസ് അല്ല, ഒരു 6, 7, 8 ഒക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ വാസ് വെരി ഈഗർ ടു ഗോ ടു സ്കൂളിൽ പോയിട്ട് വേഗം ഇവരോട് പറയണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ കുറേ കുരുത്തക്കേട് കാണിച്ചതും ഒക്കെ ഇവരായിട്ടായിരുന്നു. ആൻഡ് അസിയ എന്ന് പറയുമ്പോൾ ഷീ ഈസ് എന്താ പറയുക വെരി ടാലൻറ്റഡ്, നന്നായിട്ട് ഡ്രോ ചെയ്യും, വെരി നൈസ് ഹാൻഡ് റൈറ്റിംഗ്. ഷീ ഈസ് എ വെരി കാം ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അസിയയിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാം ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അസിയയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ടേക്ക് അവേ ഫ്രം. നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ടേക്ക് അവേസ് ഉണ്ടാവുമല്ലോ അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഷി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം 4th സ്റ്റാൻഡേർഡ് ടു 9th സ്റ്റാൻഡേർഡ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലാസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാഡ് എ ലോട്ട് ഓഫ് മെമ്മറീസ് ടുഗെദർ. നമ്മളിപ്പം അവരുടെ വീട്ടിലോട്ട് പോകുന്നതാണെങ്കിലും എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതാണെങ്കിലും. ആൻഡ് മോസ്റ്റ് മെമ്മറീസ് നമുക്ക് ഔട്ട്സൈഡ് അല്ല, സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള മെമ്മറീസാണ് കൂടുതലുള്ളത്. വി വർ ഇൻ ഗേൾസ് ഓൺലി സ്കൂൾ. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാമല്ലോ, ഗേൾസ് ഓൺലിയിൽ പഠിച്ച ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക, അതിൻ്റേതായ ഒരു ഫ്രീഡം സ്കൂളിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ കുറേ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് മെമ്മറീസിൽ ഇപ്പോഴുള്ളത്. ആൻഡ് ഷീ സ്റ്റിൽ ഈസ് ഇൻ ടച്ച് വിത്ത് മീ. ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ നെക്സ്റ്റ് പേഴ്സൺ ഇസ് സോന. ഓക്കെ, സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ സോനനെ കാണുന്നത് ഒരു കാമായിട്ടുള്ളൊരു കുട്ടി. ഷീ സിറ്റിംഗ് അലോൺ, ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഒറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, എല്ലാം ഒറ്റയ്ക്ക്, ആരെയൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരോടും അധികം മിണ്ടുന്നില്ല. ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് പേഴ്സൺ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ ഞാനും അസിന്ന് ആ ടൈമിൽ ആലോചിക്കായിരുന്നു, നമുക്ക് ഈ കൊച്ചിനെ കൂടി നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയാലോ എന്നൊക്കെ നമ്മൾ പണ്ട് പറയുമല്ലോ. അങ്ങനെ ഇരുന്നിട്ട് ഇവഞ്ച്വലി ഷീ ബിക്കെയിം ആർ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് സോനയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഷീ സ്റ്റഡീസ് വെരി വെൽ, നന്നായി പഠിക്കും. ആൻഡ് ഓൾസോ എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഈവൻ സ്കൂൾ ടൈമിൽ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യലാണെങ്കിലും പ്രൊജക്ട്സ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ടൈമിലാണ് ആൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് സോനയെ പറ്റി ആലോചിക്കുമ്പോൾ അതാണ് ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ. ഒന്നിലൊരു ധൃതിയില്ല, അങ്ങനെ ഒരു ഇതില്ല, എല്ലാം ഭയങ്കര കാമാണ് സോനനെ പറ്റി കാണുമ്പോഴും ആലോചിക്കുമ്പോഴും. ആൻഡ് സ്റ്റിൽ ഷീ ഈസ് ഇൻ ടച്ച് വിത്ത് മീ. ഇപ്പോഴും നമ്മൾ കീപ്പ് ഇൻ ടച്ച് ഉണ്ട്, ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പേഴ്സൺ ഈസ് അംറ. ഐ ഗെസ് 5th ആണോ 6th ആണോ എന്ന് എനിക്ക് പെർഫെക്റ്റ്ലി ഓർമ്മ വരുന്നില്ല. ആ ടൈമിൽ വന്നപ്പം everybody was like, she came from China. Okay, at time she came from China and everyone was like, there's a girl from China. I was like, China no, but she speaks Malayalam well. She's from Kozhikode. ആൻഡ് അപ്പോൾ അംറേനെ കണ്ടപ്പോഴും നല്ല എന്താ പറയുക, ഭയങ്കര ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, കോൺഫിഡൻ്റ് ആണ്, എല്ലാവരുമായിട്ടും നല്ല എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് എല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അങ്ങനെ ആയിട്ടുള്ളൊരു എനർജറ്റിക് പേഴ്സൺ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സായി. ഇവഞ്ച്വലി നമ്മളെല്ലാവരും കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സായി. ആൻഡ് ഷീ ഈസ് വെരി ഫൺ പേഴ്സൺ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം പോയി പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരുന്നു കേട്ടോ അംറ. ബിക്കോസ് ഷീ വിൽ ഹിയർ ഇറ്റ്, നന്നായിട്ട് ലിസൺ ചെയ്യും. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് പറ്റുന്ന സൊല്യൂഷൻസ് പറഞ്ഞുതരും. ആൻഡ് നമ്മളെ എങ്ങനെ കാം ചെയ്യണമെന്നറിയുന്ന ഒരു കുട്ടിയാണ് അംറ ആയിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് ഷീ ഈസ്.
യെസ് ഷീ ഈസ്, ബിക്കോസ് ഇപ്പോഴും നമ്മൾ ടച്ച് ഉണ്ട്. ആൻഡ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഷീ സ്റ്റിൽ മോട്ടിവേറ്റ്സ് മീ ടു ഡൂ തിങ്സ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അമ്രേൻ്റെ അടുത്താണ് ആ ടൈമിൽ, സ്കൂൾ ടൈമിൽ. എന്ത് പ്രോബ്ലമാണ് ആ സ്കൂൾ ടൈമിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്കൊക്കെ ആലോചിക്കാമല്ലോ. വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ആൻഡ് വേറൊരു കാര്യം ഞാൻ അമ്രയുടെ നിന്ന് പഠിച്ചത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോക്ക് സ്ട്രേറ്റ് ടു ദ ഫേസ്, നേരിട്ട് സംസാരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടതും പഠിച്ചതും അമ്രയുടെ നിന്നാണ് കേട്ടോ. വൺ ഓഫ് ദ പോസിറ്റീവ് തിങ് അബൌട്ട് ഹെർ ഇസ് ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാളായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വേറെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കാതെ അവരോട് തന്നെ വന്ന് സംസാരിച്ച് അത് ഡീൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം പഠിച്ചിട്ടുള്ളത് അമ്രയിൽ നിന്നാണ്. ആൻഡ് ഇവർ 3 പേരുമാണ് എൻ്റെ ഒരു 9th ഗ്രേഡ് വരെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് സ്റ്റിൽ വി ആർ ഇൻ ടച്ച്. ആൻഡ് ഇപ്പോഴും ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ നെവർ സേ യെസ്. ബിക്കോസ് നമ്മളിങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചു, നമ്മളത് കഴിഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പോയി, ആൻഡ് ദേ വിൽ ഹാവ് മെനി ന്യൂ ഫ്രണ്ട്സ്. പക്ഷെ എന്നാലും സ്റ്റിൽ ഇൻ ഹാർട്ട് നമ്മളെ മെമ്മറീസ് ആലോചിക്കുമ്പോൾ യെസ് ഐ ക്യാൻ സ്റ്റിൽ സേ ദേ വർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവർക്ക് സെയിം ഫീലിംഗ് ഇങ്ങോട്ട് ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ ക്യാൻ നോട്ട് ഈവൻ സേ അങ്ങനെ ആയിരിക്കണം എന്ന് പറയാനും പറ്റില്ല. എവ്രിബഡി ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ വെൻ ഐ റിയലി തിങ്ക് അവരും ആലോചിക്കുമ്പോൾ ആ ടൈമിൽ യെസ് ആര്യ വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നുള്ള ഫീലിംഗ് എനിക്കിപ്പോഴും ഉണ്ട്. ബിക്കോസ് ഐ നോ ഹൗ സ്ട്രോങ് ആ ഫ്രണ്ട്ഷിപ്പ് വാസ്. സോ അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആയിരുന്നു. ബിക്കോസ് ഞാൻ UAE ടൈം കുറച്ച് സ്കൂൾ ലൈഫ് ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര മെമ്മറബിളും ആക്കിയിട്ടുള്ളത് ഇവരുള്ളത് കൊണ്ടാണ് കേട്ടോ. ഐ ഹാവ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ആൻഡ് സ്കൂൾ വിശേഷങ്ങളൊക്കെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ആൻഡ് ദെൻ ആഫ്റ്റർ 9th ഗ്രേഡ്, 9th കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലോട്ട് വന്നു. 10th കേട്ടോ നാട്ടിലോട്ട് വന്നത്. സോ ഐ വാസ് വെരി ടെൻസ്ഡ്, ഭയങ്കര ടെൻഷനായിരുന്നു. ബിക്കോസ് നാട്ടിൽ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ 10th അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കാലും പിടിച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവസാനം അഡ്മിഷൻ കിട്ടി. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ 10th വന്നപ്പം ഇവിടെ ഓൾറെഡി വെക്കേഷൻ ടൈമിൽ തന്നെ 10th സ്റ്റുഡൻസിന് ക്ലാസ് തുടങ്ങുമല്ലോ, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് അവിടെ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഓൾറെഡി 2 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഹലോ ഗൈസ്, സോറി എനിക്ക് പകുതി വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബിക്കോസ് ഞാൻ എടുത്തത് പകുതി വന്നില്ലായിരുന്നു, ബിക്കോസ് സ്റ്റോറേജിൻ്റെ എന്തോ ഇഷ്യൂ ആയിട്ട്. സോ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ 10th ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോ എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ 2 മന്തിലെ അവരുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ റീ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരുന്നു. കുറച്ച് പേര് പുതിയൊരു സ്റ്റുഡൻറ്റ് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഏതാ ഈ ചാടക്കാരി എന്നുള്ളൊരു പുച്ഛം ഉണ്ടായിരുന്നു. കുറച്ച് പേര് എന്നെ കമൻറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ ഈ ഒരു വർഷം പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് കയറി ചെന്നു കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് ഗേൾസ് കേട്ടോ, എൻ്റെ ക്ലാസ്സിൽ കുറച്ച് ഗേൾസും കൂടുതൽ ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗേൾസ് വന്നപ്പോൾ തന്നെ അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് സിറ്റ് ഹിയർ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഹാപ്പി. പിന്നെ അവരെ പരിചയപ്പെട്ടു. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ട് കേട്ടോ. അവരാണ് ഞാൻ പറയുന്നത് 10th എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് ഒരാളെ ആണ് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. അവരൊരു 5 പേരുണ്ട്. അവരെല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് ദേ ആർ ഐശ്വര്യ, സ്പർശ, ദിൽസ, മുഹ്സിന ആൻഡ് നൈന. ഇവർ 5 പേരും എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര അടിപൊളി വൈബുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ലൈക്ക് ഈവൻ ഞാൻ വന്നേ പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ മുൻപിൽ ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കാണും. അപ്പോൾ എൻ്റെ പേര് കണ്ടപ്പോൾ ഇവർ ഓൾറെഡി ഞാൻ എക്സാം എഴുതാൻ എന്തോ വന്നപ്പോൾ എന്നെ താഴെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു ഓക്കെ ആര്യ നൈസ് നമ്മുടെ ഫ്രണ്ടാക്കാം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇവർക്ക് തോന്നി ഞാൻ ഭയങ്കര ജാടക്കാരിയാണല്ലോ, ഭയങ്കര ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പോകെ പോകെ അവർക്ക് മനസ്സിലായി ഞാനും ഭയങ്കര സാധനമെന്ന് മനസ്സിലായി. സോ അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി വൈബായിരുന്നു. എൻ്റെ 10th ഗ്രേഡ് ഭയങ്കര മെമ്മറബിൾ ആക്കിയത് അവരാണ്. ലൈക്ക് നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവരായിട്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു എൻ്റെ 10th. ഒരു കൊല്ലം ഞാൻ ആ സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും ഒരു 10 കൊല്ലം പഠിച്ച് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നൊരു പ്രതീതിയായിരുന്നു അവർ കാരണം ഉണ്ടായിട്ടുള്ളത്. ലൈക്ക് നമ്മൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മെമ്മറീസ് ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. യെസ്, വീഡിയോ ഓഫായിപ്പോയി. എനിക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട്, അതേപോലെ എന്താ കുറേ അഡ്വൈസസ്, കുറച്ച് പ്രശ്നങ്ങളിലും ഞാൻ പോയി ചാടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എവറിത്തിങ് വാസ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വെരി മെമ്മറബിൾ, വെരി ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദേ വർ ലൈക്ക് എനിക്ക് ഒരാൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ സെലക്ട് ചെയ്ത് ഇന്ന പേഴ്സൺ മാത്രമാണ് എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. എവ്രിബഡി ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട്.
അവർ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഇപ്പോൾ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു ഹായ് അങ്ങനെയൊക്കെ അയക്കാറുള്ളൂ. കുറച്ച് പേരായിട്ട് ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് അയക്കാറും സ്നാപ്ചാറ്റിലൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ആൻഡ് ദേ ആർ വെരി സ്പെഷ്യൽ പീപ്പിൾ ടു മീ. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അവിടെ പോയിട്ട് താമസിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടിലെ പിള്ളേർ എങ്ങനെയാവുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഗുഡ് ബിക്കോസ് അവർ നല്ല അടിപൊളി, നല്ല എന്താ പറയുക, എന്തിനും കൂടെ നിൽക്കുന്ന അടിപൊളി ഫ്രണ്ട്സ് ആയിരുന്നു അവർ. സോ നമ്മുടെ അവരെ പറ്റി ആലോചിക്കുമ്പോൾ ടൂറ്, അതേപോലെ നമ്മളുടെ എക്സാം ഡേയ്സ്, ഞാൻ ആദ്യമായിട്ട് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് കോപ്പി അടിക്കാൻ ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ കാര്യമായിട്ടല്ല കേട്ടോ, നമ്മളെ മെയിൻ എക്സാമിനൊന്നല്ല, ചെറിയ ചെറിയ ടെസ്റ്റിനൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവരൊന്നും പഠിച്ചിട്ടുണ്ട്. കോപ്പിയുടെ കാര്യമില്ല കേട്ടോ, കുറേ എന്താ പറയുക, കുറേ ലൈഫ് ലെസൺസ് ആയിക്കോട്ടെ, കുറേ അഡ്വൈസസ് തന്നിട്ടുണ്ട്. ദേ ആർ റിയലി സ്പെഷ്യൽ ടു മീ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ 11th and 12th ആയപ്പോൾ സ്റ്റേറ്റ് സ്കൂളിലോട്ട് ചാടി. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ നമ്മൾ നാട്ടിലുള്ളപ്പോൾ. അങ്ങനെ ഞാനിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള SNMHS സ്കൂളിലാണ് പഠിച്ചത്. അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോഴും അന്നത്തെ പോലത്തെ സെയിം വൈബാണ്. ഇപ്പോഴും നല്ല കണക്ഷനുള്ള ഒരാളാണ് ഷിഫ. ഷീസ് ലൈക്ക് എന്താ പറയുക, എൻ്റെ ഒരു വേറെ വേർഷനാണെന്ന് പറയാം, എൻ്റെ ഒരു എക്സ്ട്രോവേർട്ടഡ് വേർഷനാണെന്ന് പറയാം ഷിഫ. സോ നമ്മൾ കണ്ടുമുട്ടുന്നത് ക്ലാസ് തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് നമ്മളിങ്ങനെ 11th നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കുറേ സ്കൂളിലെ ആൾക്കാർ മാറിയൊക്കെയാണല്ലോ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഷിഫ വരുന്നത്. ആൻഡ് വന്നപ്പോഴേ മനസ്സിലായി അവളും CBSE വന്നു, ഞാനും CBSE വന്നു. എല്ലാവരും കുറച്ച് ജാടയുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മളുടെ വൈബ് മാച്ചായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ്. എൻ്റെ എല്ലാ കുരുത്തക്കേടിനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ A to Z സീക്രറ്റ്സ്, സ്കൂൾ ടൈമിൽ A to Z സീക്രറ്റ്സിനും കൂടെ ഉണ്ടായിരുന്നു. എന്നെ എന്താ പറയുക, എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നൊരാളാണ് ഷിഫ. ഈവൻ നമ്മൾ കുരുത്തക്കേടിന് മാത്രമല്ല കേട്ടോ, ഈവൻ സ്റ്റഡീസിനായാലും നമ്മൾ അങ്ങോട്ടൊരു ഗീവ് ആൻഡ് ടേക്ക് പരിപാടിയായിരുന്നു. ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ഷിഫ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ ആലോചിക്കാനേ പറ്റുന്നില്ല ആ സ്കൂളിൽ. സോ ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എപ്പോഴും ഇടയ്ക്ക് കാണാറില്ലെങ്കിലും വിളിക്കാറുണ്ട്. വിളിച്ചാലും അന്നത്തെ ആ സ്കൂൾ ടൈമിൽ സെയിം വൈബ് തന്നെയാണ്. ആൻഡ് യെസ്, എൻ്റെ 12th ഫ്രണ്ട്സിൽ സ്കൂൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലാതെ സ്പെഷ്യൽ മെൻഷൻ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. ഞാൻ 12th ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോൾ ഓൾറെഡി 11th ഉം 12th ഒരുമിച്ച് ട്യൂഷന് പോകുന്ന ആൾക്കാർ കൂടുതലുണ്ടാവുക ട്യൂഷൻ സെൻറ്റേഴ്സിൽ. അപ്പം ഞാൻ 12th മാത്രം ചെന്നപ്പോൾ ഓൾറെഡി അവിടെ എല്ലാവരും ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. ഒരേ സ്കൂളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ മാത്രമേ ആ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ട്യൂഷനിൽ ഡെയിലി പോകുന്നു, അവിടെ ഇരിക്കുന്നു, ക്ലാസ് കേൾക്കുന്നു, തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ. ആരോടും മിണ്ടുന്നില്ല, എവിടെയും പോകുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ നാളിങ്ങനെ പോയപ്പോൾ 2 പേര് എന്നെ നോട്ടീസ് ചെയ്തു. ഈ കുട്ടി പാവുണ്ടല്ലോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വിചാരിച്ചിട്ട് എന്നെ പിടിച്ച് അവരെ നടുക്കങ്ങ് ഇരുത്തി. അപ്പോൾ ആ 2 പേരാണ് ഈ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ വേറെ 2 ഫ്രണ്ട്സ്, വിസ്മയ ആൻഡ് ഏഞ്ചൽ. എനിക്ക് ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറടി ഇല്ലാതെ ഒരുപാട് മെമ്മറീസും നല്ല അടിപൊളി വൈബും ആക്കിയത് ഇവർ 2 പേരുള്ള ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്ത് പോയി കറങ്ങുന്ന കാര്യത്തിലായാലും കുറച്ച് എന്താ പറയുക, ഓരോന്ന് അലമ്പുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും നമ്മൾ ഒന്നിച്ചായിരുന്നു. ലൈക്ക് ഒരു കൊല്ലം കൊണ്ടുണ്ടായ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും പെട്ടെന്നുണ്ടായ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലൊരു സ്ഥാനം നേടുന്ന ആൾക്കാരെന്ന് പറയില്ലേ, അങ്ങനത്തെ 2 ആൾക്കാർ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്കൂൾ ടൈമിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് കമ്മിങ് ടുവേർഡ്സ് മൈ കോളേജ് ടൈം. എൻ്റെ UG ഡിഗ്രി ഞാൻ ചെയ്തത് ക്രിസ്തു ജയന്തി കോളേജിലായിരുന്നു, ബാംഗ്ലൂരിൽ. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണ്ണി ബിക്കോസ് അവിടെ എത്തിയപ്പോൾ നമുക്ക് ക്വാറൻറ്റൈൻ ടൈം ആയിരുന്നല്ലോ, കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈനായിട്ടായിരുന്നു. ആ ടൈമിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മൈ ഫ്രണ്ട്സ് ഗ്യാങ് വാസ് ദിസ് ബിഗ്, കോളേജിൽ എത്തുന്ന വരെ കേട്ടോ. ആൻഡ് ഐ ഡോണ്ട് കംപ്ലെയിൻ. അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചുരുങ്ങി അതെല്ലാം പോയി അതിൽ നിന്നാകെ 2 പേരും ബാക്കി വേറെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. പക്ഷേ അങ്ങനെ പോയ ഫ്രണ്ട്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ബിക്കോസ് എവ്രിബഡി ഹാസ് ദെയർ ഓൺ ടേസ്റ്റ്. എൻ്റെ ടേസ്റ്റായിട്ട് മാച്ച് ആവാത്ത ആൾക്കാരായിരുന്നിരിക്കാം, അതുകൊണ്ടാണ്. ബട്ട് എനിക്ക് അവരോട് അങ്ങനെ ദേഷ്യം അങ്ങനെ ഒന്നുമില്ല. ദേ ആർ ഗുഡ് പീപ്പിൾ.
സോ അങ്ങനെ ഒരു വലിയ ഗ്യാങ് ആയിരുന്നു. അത് കോളേജ് എത്തി കുറച്ച് ഇഷ്യൂസും കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കാരണം അതിങ്ങനെ പോയി അതിൽ നിന്ന് 2 പേര് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സായിരുന്നു. വൺ ഇസ് ബിനോയ് ആൻഡ് അതർ വൺ ഇസ് ഗീതു. അതല്ലാതെ പിന്നെ നമ്മൾ കുറച്ചുകൂടിയും നമ്മളൊരു ഒരു സ്പേസിൽ നിന്ന് സോറി ഗൈസ് അഗെയിൻ സ്റ്റോറേജ് ഇഷ്യൂ ആയിട്ട് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. സോ ഐ വാസ് എന്തായിരുന്നു പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചൂടെടുക്കുന്നുണ്ടേ 1 മിനിറ്റ്. ഓക്കെ നമ്മളൊരു കൺഫൈൻഡ് സ്പേസിൽ നിന്ന് നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പല സമയങ്ങളിലും നമ്മൾ വേറെ ആൾക്കാരായിട്ട് എക്സ്പോഷർ ആകുമ്പോഴാണ് അവർ എങ്ങനത്തെ ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ് കുറേ പേര് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി ഇവർ 2 പേരും ആയപ്പോഴാണ് ഞാൻ വേറെ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് കോളേജിലേട്ടോ. അങ്ങനെ വന്ന വേറെ കുറച്ച് അടിപൊളി ഫ്രണ്ട്സാണ് അമൃത, ബ്ലെസ്സി ആൻഡ് അർഷ. സോ അമൃതം ഗീതും എൻ്റെ റൂംമേറ്റ്സ് കൂടിയായിരുന്നു കേട്ടോ ലാസ്റ്റ് 2 years. ആൻഡ് ഇവരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇൻ കോളേജ്. ഒരു വട്ടം കൂടിയും എല്ലാവരും സീക്വൻസ് ചെയ്ത് പറയാം. ബിനോയ്, ഗീതു, അമൃത, ബ്ലെസ്സി ആൻഡ് അർഷ. സോറി, അർഷയുടെ പേര് മറന്നുപോയി. ഇവരായിരുന്നു എൻ്റെ ബെസ്റ്റ് ബഡീസ് ഇൻ കോളേജ്. സോ കോളേജിൽ ആദ്യം ചെന്നപ്പോൾ തൊട്ട് ബിനോയ് ആൻഡ് ഗീതു ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ബഡീസ്. പിന്നെയാണ് ഇവർ വന്നിട്ടുള്ളത് കേട്ടോ. സോ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. എല്ലാവരും സെയിം പോലെയാണെന്ന് പറയില്ല കേട്ടോ. എല്ലാവരും ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. പക്ഷേ വെൻ വി ഓൾ സിറ്റ് ടുഗെദർ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. നമ്മളെല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ വി ഹാവ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ എൻ്റെ കുറച്ചൊന്ന് സ്ക്രോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോളേജ് ടൂറിൻ്റെ ഒക്കെ കാണാൻ പറ്റും. അത് കണ്ടാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാർ ഏതാണെന്നും മനസ്സിലാവും, ഞങ്ങളുടെ ഒരു വൈബും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ 5 പേരിൽ നിന്നും ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഗീതു, സ്റ്റാർട്ടിങ് വിത്ത് ഗീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട് സ്പോക്കൺ, വെരി എക്സ്ട്രോവേർട്ട്, വെരി ഹാപ്പി, എനർജറ്റിക് ഒക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഗീതു. വെരി ഹാപ്പി പേഴ്സൺ. എപ്പോൾ ആൾക്കാർ കണ്ടാലും പോയി സംസാരിക്കാനും ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കാനും നമ്മളെ എന്ത് സംസാരിച്ചിട്ടും ഭയങ്കര ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കുന്നൊരു പേഴ്സണാണ്. ഒരു ഹാപ്പി ക്യാരക്ടറാണ് ഗീതുവിൻ്റെ. ആൻഡ് ഐ ഓൾവേസ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെയല്ല. ഞാൻ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് തോന്നും, എൻ്റെ അടുത്ത് വന്ന് മിണ്ടാൻ തന്നെ അവർക്ക് തോന്നില്ല. ബിക്കോസ് എന്നെ കാണുമ്പോൾ തന്നെ ഈ കൊച്ചു ഭയങ്കര ജാടയാണല്ലോ, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗീതു. ആൻഡ് ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. ഷീ ഈസ് ലൈക്ക് മൈ മാഗ്നറ്റിക് ബഡി എന്ന് പറയാം. ആൻഡ് വി വർ ടുഗെദർ, കോളേജിലും ടുഗെദർ ആയിരുന്നു, റൂമിലും ടുഗെദർ ആയിരുന്നു. ആൻഡ് 24/7 ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഗീതുവിൻ്റെ അടുത്തും അമൃതയുടെ അടുത്തുമാണ്. ആൻഡ് സോ ഗീതു ഈസ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് സ്റ്റിൽ വി ആർ ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്സ്. നമ്മളിപ്പോഴും നല്ല കണക്ഷനുണ്ട്. എവ്രിബഡി ഈസ് ഡിഫറെൻറ്റ് പ്ലേസസിലാണെങ്കിലും സ്റ്റിൽ ഇപ്പം നമ്മളെല്ലാവരും വീണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അന്നത്തെ അതേ വൈബ് തന്നെ കിട്ടും. ബിക്കോസ് എന്നും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും കാണാം, എന്നും സംസാരിക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. വി നോ ഹൗ വി ആർ, നമ്മളെങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സോ ഇറ്റ് ഓൾവേസ് സ്റ്റേ ദ സെയിം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. സോ അങ്ങനത്തെ ഒരു പേഴ്സണാണ് ഗീതു. സോ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സാഡായിരുന്നിട്ട് കാര്യമില്ല, വെറുതെ സാഡായിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇത്തിരി പോസിറ്റീവ് ഔട്ട്ലുക്ക് എപ്പോഴും ലൈഫിനെ പറ്റിയിട്ട് വേണം എന്നുള്ള കാര്യം ഞാൻ ഗീതുവിൻ്റെ കയ്യിൽ നിന്നായിട്ട് പഠിച്ചത്. ആൻഡ് ദ നെക്സ്റ്റ് പേഴ്സൺ ഇസ് ബിനോയ്. The only trustable guy friend I ever had in my life is Binoy. And ഇതിങ്ങനെ പറയാൻ കാരണം he is like one of a gem. Okay, ഞാൻ കണ്ടിട്ടുള്ള മെയിൽ ഫ്രണ്ട്സിൽ he is one of the അടിപൊളി ഫ്രണ്ട്. ആൻഡ് അവൻ്റെ കാര്യം ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം is that എല്ലാവർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കുക, എല്ലാവരോടും നല്ല രീതിക്ക് സംസാരിക്കുക, ആദ്യം ഹേറ്റഡ് വാങ്ങി കൂട്ടാതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചത് ബിനോയിൽ നിന്നാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ എൻ അമേസിങ് പേഴ്സൺ. യെസ്, ആൻഡ് ദ നെക്സ്റ്റ് പേഴ്സൺ ഇസ് അമൃത. അമൃത എൻ്റെ ഫ്രണ്ടാണ് ആൻഡ് ഓൾസോ ഷീ വാസ് മൈ റൂംമേറ്റ്. സോ അമൃതയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, ഞാൻ എന്നെ നോക്കി കാണാറുള്ള കാര്യം, ഷീ ഡ്രീം ബിഗ്. നമ്മുടെ ഡ്രീംസ് ഉണ്ടാവും ആൻഡ് അത് എപ്പോഴെങ്കിലും നടക്കും എന്നുള്ളൊരു വിശ്വാസമുള്ള കൂട്ടത്തിലാണ് അമൃത കേട്ടോ. ആൻഡ് ഓൾസോ എല്ലാം കറക്റ്റ് അവളുടേതായ കാര്യങ്ങൾ കറക്റ്റ് ടൈമിന് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
സോ നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരു അടക്കും ചിട്ടയും വേണം എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ കണ്ടിട്ടുള്ളത് അമൃതേനെ നോക്കിയിട്ടാണ് കേട്ടോ, അമൃതേനെ കണ്ടിട്ടാണ്. ആൻഡ് ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ പേഴ്സൺ. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൻഡ് എനിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. സോ യെസ്, ദാറ്റ്സ് അബൌട്ട് അമൃത. ആൻഡ് ദ നെക്സ്റ്റ് പേഴ്സൺ ഇസ് അർഷ. അർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചേച്ചി വൈബാണ് അർഷയ്ക്കുള്ളത്. നമ്മുടെ ഒരു ചേച്ചി എന്നാണ് പറയാറ്. ബിക്കോസ് ആൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പോയി പറയാനും പറ്റും. ആൻഡ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡെസ്പ് ആയിരിക്കുകയാണെങ്കിൽ അർഷ പറയും, അത് അത്രയല്ലേ ഉള്ളൂ, നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. എന്ത് കാര്യമാണെങ്കിലും അത് അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് അത് അത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾക്കും തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളാണ് അർഷ. പോസിറ്റിവിറ്റി മാത്രമല്ല, ഷീ ഈസ് വെരി ഫണ്ണി. നമ്മളെങ്ങനെ ചിരിപ്പിക്കണം എന്ന് അവൾ വിചാരിക്കാതെ തന്നെ നമ്മൾ ചിരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഷീ ഈസ് വെരി പോസിറ്റീവ് പേഴ്സൺ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബ്ലെസ്സി. ബ്ലെസ്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റസ്റ്റ് പേഴ്സൺ ഐ എവർ മെറ്റ് ഇൻ ലൈഫ്. ഭയങ്കര സ്വീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അവളോടൊരു ദേഷ്യം തോന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബ്ലെസ്സി. ബ്ലെസ്സി എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര പാവം തോന്നും നമുക്ക്. സോ ഷീ ടോട്ട് മീ ടു ബി കൈൻഡ് ആൻഡ് സ്വീറ്റ്. അതാണ് ഞാൻ അവളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യം. ആൻഡ് ഓൾ ടുഗെദർ നമ്മളെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിഗ് കയോസ്. കാരണം എല്ലാവരും നിങ്ങൾക്കിപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ലല്ലോ. സോ ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് ദാറ്റ്. സോ ഇവരെല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് സ്റ്റിൽ വി ആർ ഇൻ ടച്ച്. ഇപ്പോഴും ടച്ച് ഉണ്ട്. ഇനിയിപ്പോൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാലും എനിക്ക് സ്റ്റിൽ ഒരു കീപ്പ് ഇൻ ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് എൻ്റെ കോളേജ് ഫ്രണ്ട്സ്. ബിക്കോസ് ആ ഒരു 3 വർഷം കോളേജിൽ ഒരു ഹെല്ലല്ലാതെ ഒരു ഹെവൻ പോലെ എനിക്ക് തോന്നിയത് ഇവരെൻ്റെ ലൈഫിലുള്ളതുകൊണ്ടാണ്. ആൻഡ് ദേ ഹാവ് ഹെൽപ്പ് മീ ഔട്ട് ഡ്യൂറിങ് മൈ ഹാർഡസ്റ്റ് ടൈം. എൻ്റെ ഒരുപാട് ഹാർഡായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ സമയങ്ങളിലും എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയങ്ങളിലും എൻ്റെ ഒരു കൊച്ചു കുട്ടീനെ പോലെ നോക്കിയിട്ടുള്ളത് ഇവരെല്ലാവരുമാണ്. ഐ എം ഫോർ എവർ താങ്ക്ഫുൾ ടു ദെം. അപ്പോൾ ഇതെല്ലാം ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ത്രൂ ഔട്ട് ഏജസ്. എൻ്റെ ചെറുപ്പം തൊട്ടേ ഇതുവരെയുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള വൺ ഓഫ് മൈ അല്ല, കുറേ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവരെല്ലാവരും. ആൻഡ് നിങ്ങളിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെല്ലാവരുമായിട്ട് ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആണോ? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഫ്രണ്ട്ഷിപ്പും എപ്പോഴും ഉള്ള ആൾക്കാരല്ലേ പറയാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ മൈ കോൺസെപ്റ്റ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും നമുക്ക് അവർ ഫ്രണ്ട് ആയിരുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയായിരുന്നു, അവർക്ക് നമ്മൾ ആരായിരുന്നു, എങ്ങനെ നമ്മളുടെ ആ ഒരു ടൈം പീരീഡ് അവർ മെമ്മറബിൾ ആക്കിയോ, അവരിൽ നിന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ അൽഫിയ എന്നായിട്ട് എനിക്ക് എപ്പോഴും കണക്ഷനൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. 3ാം ക്ലാസ്സിലാണ് ലാസ്റ്റ് കണ്ടത്. ഇപ്പോൾ കണ്ട എങ്ങനെ ഇരിക്കുന്നത് കൂടി എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു ടൈം ആലോചിക്കുമ്പോൾ ഷീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ ഓരോ ഘട്ടത്തിലും എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് അടിപൊളി ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, ഞാൻ ഇവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ എപ്പോഴെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള ഡൗട്ടൊക്കെ എനിക്ക് വരാറുണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ, എനിക്ക് അവർ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സ്റ്റിൽ ദേ വിൽ ഓൾവേസ് ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ആൻഡ് ഇത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ലെറ്റ് യു ഓൾ നോ, നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക അടിപൊളി പീപ്പിളാണ്. ഐ എം വെരി ബ്ലെസ്ഡ് ടു ഹാവ് യു ഓൾ ഇൻ മൈ ലൈഫ്. എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനൊന്നുമല്ല കേട്ടോ ഞാൻ ഇപ്പോൾ പറയുന്നത്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഹാവ് ദം ഇൻ മൈ ലൈഫ് ഫോർ എവർ. ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. ആൻഡ് ഐ മിസ് യു ഓൾ ലോട്ട്. എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയും കാണുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി ടു മീറ്റ് യു ഓൾ ഇനി വീണ്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെയോ ആരെങ്കിലുമൊക്കെ ഓർമ്മ വന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെമ്മറബിൾ, ചെറിയ കാര്യമാവാം, എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടിപൊളി ടോപ്പിക്കായിട്ട് നമ്മളുടെ ഐ ടോക്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.